സാറിന്റെ അടുത്ത് ഇപ്പോൾ മെയിൻലി പേഷ്യൻസ് വരുന്നത് എന്തൊക്കെ അസുഖങ്ങളായിട്ടാണ്? കോമൺലി കാണപ്പെടുന്ന കണ്ടീഷൻ കിഡ്നി സ്റ്റോൺസ് ആൻഡ് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് ആണ് വരുന്നത്. പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റിന് അതിനെ കുറിച്ചൊന്ന് സാർ ഒന്ന് കുറച്ചും കൂടി ഒന്ന് വിശദീകരിക്കാമോ? Yes, prostate is a disease of men ആ, after the age of 40. As the age advances, the prostate gland enlarges in size. It's a Okay. natural phenomenon ആണ്. ആ, Under the influence of testosterone ഹോർമോണിലാണ് അത് ഉം, വരുന്നത്. ഉം, റൈറ്റ്. അപ്പോൾ 40 ഇയേഴ്സ് കഴിയുമ്പോഴാണ് സിംറ്റംസ് യൂഷ്വലി തുടങ്ങുന്നത്. സിംറ്റംസ് ഉണ്ടെങ്കിൽ കുറെ ആൾക്കാർ വിചാരിക്കുന്നത് വെച്ചാൽ ആസ് ഏജ് പ്രോഗ്രസസ് ഇതൊക്കെ നോർമൽ ആണെന്ന് പറഞ്ഞു വിടും. ഓ, സോ ഏജ് പ്രോഗ്രസ് ആകുമ്പോൾ യെസ് സിംറ്റംസ് ഡെഫിനറ്റ്ലി എന്ന് സിംറ്റംസ് പറയുന്നത് ഞാൻ പറയാം. ലോവർ യൂറിനറി ട്രാക്ട് സിംറ്റംസ് ആണ് നമ്മൾ പറയണത്. ആ, ഒബ്സ്ട്രക്റ്റീവ് സിംറ്റംസ് ഉണ്ട്, പിന്നെ ഇറിറ്റേറ്റീവ് സിംറ്റംസ് ഒക്കെ ഉണ്ട്. ലൈക്ക് ഓക്കെ. ഫ്രീക്വൻസി, യൂറിനറി ഫ്രീക്വൻസി ഓ, കൂടുമായിരിക്കും. ഒരുപാട് കോസസ് ഉണ്ട്. ദർ മേ ബി അതർ കോമോബിറ്റീസ് ഓൾസോ വിച്ച് മേ ബി കോൺട്രിബ്യൂട്ടിംഗ് ടു ഇറ്റ്. ആ, ബട്ട് പൊതുവെ കാണപ്പെടുന്നത് ഉം, ഫ്രീക്വൻസി കൂടുതലായിരിക്കും, ഉം, യൂറിന്റെ സ്ട്രീം പൂവർ ആയിരിക്കും, ആ, കൂടെ കൂടെ മൂത്രം ഒഴിക്കുന്ന സമയത്താണെങ്കിലും കൂടി കുറച്ച് കുറച്ച് ഫോഴ്സ് പോവാ. ഫോഴ്സ് കുറയുന്നത് മാത്രമല്ല ഇന്റർമീഡിയന്റ് സ്ട്രീം ആയിരിക്കും, മുറിഞ്ഞു ഓ, മുറിഞ്ഞു പോകും ആ, ചില പേർക്ക്. രാത്രിയിൽ രണ്ടിന് കൂടുതൽ പ്രാവശ്യം എണീക്കേണ്ടി വരും ഉറക്കം കളഞ്ഞ്. ചില ആൾക്കാർക്ക് ഉറക്കമേ കാണത്തില്ല, ബിക്കോസ് കംപ്ലീറ്റ് എംറ്റിങ് കാണത്തില്ലേ പ്രോസ്റ്റേറ്റ് ഓ. എൻലാർജ്മെന്റിൽ. ഇത് നമ്മൾ മൂത്രം ഒഴിച്ചു എന്നുള്ള സുഖം കിട്ടില്ല. ഒരിക്കലും കിട്ടത്തില്ല. So, അതിന് ഏജ് ആകുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് വെച്ചാൽ ആ, ഇത് അത് നോർമൽ ആണെന്ന് ആ, പറഞ്ഞ് വിടും. ബട്ട് ഞാൻ എന്താ പറയാൻ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, എനിത്തിങ് ദറ്റ് ഇസ് ബോദറിങ് യുവർ ലൈഫ്, ഉം, ഇറ്റ് ഈസ് എ പ്രോബ്ലം. അതെ അതെ, ഇറ്റ് ഷുഡ് ട്രൂ ബി എവാലുവേറ്റഡ്. ട്രൂ ട്രൂ, അത്രേ ഉള്ളൂ. അതെ. ഞാൻ 2 പ്രാവശ്യം യൂറിൻ പാസ് ചെയ്യുമായിരുന്നു, ഇപ്പൊ 3 പ്രാവശ്യം പോകുന്നു. ഓക്കെ, ദാറ്റ്സ് നോട്ട് ബോദറിങ് യു. പക്ഷെ ഒരു മീറ്റിംഗിലായിരിക്കും, ഉം, മീറ്റിംഗിലിരിക്കുമ്പോൾ നമ്മൾ ഒരു യൂറിൻ പാസ് ചെയ്യുന്ന തോന്നി കഴിഞ്ഞാൽ ആ ഇത് നമ്മൾ സപ്രസ് ചെയ്യാൻ പറ്റുമല്ലോ മോസ്റ്റ് ഓഫ് ദ ടൈം. 2 hours ആണെങ്കിലും അറിയത്തില്ല, 2 hours കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പോയി ഒഴിക്കുന്നത്. ഉം, പക്ഷെ ചില സമയത്ത് നിർബന്ധം കാരണം ഇപ്പൊ വരാമേ എന്ന് പറഞ്ഞിട്ട് പോകേണ്ട ഒരു അവസ്ഥ വരെ എത്തും. ഓക്കെ. അത്രയും എത്തിക്കുന്ന മുന്നേ നേരത്തെ വന്ന വിൽ ബി ഏബിൾ ടു ട്രീറ്റ് വിത്ത് സിമ്പിൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആൻഡ് മെഡിക്കൽ മാനേജ്മെന്റ്. ഉം. എല്ലാത്തിനും എല്ലാ പ്രോസ്റ്റേറ്റിലും എടുത്ത് സർജറി ആരും ചെയ്യില്ല. അതായിരുന്നു ഞാൻ ചോദിച്ചത്, പ്രൊസീജിയർ വലുതായ നമ്മൾ സർജറി ആണോ എന്നുള്ളതാണ്. അല്ല അല്ല, അങ്ങനെ. ഇനീഷ്യലി എല്ലാം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ് ഉം. ഫസ്റ്റ് തിങ്. ഈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് റൈറ്റ്. പ്രൊസീജിയർ? അത് പേഷ്യന്റ് ഹിസ്റ്ററി വൈസ് നമുക്ക് എടുക്കും. ആ, ഏത് സിംറ്റം ആണ് ഏറ്റവും കൂടുതൽ, ഏതെങ്കിലും കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ഉണ്ടോ. ചില മെഡിസിൻസ്, ഇപ്പൊ കാർഡിയാക് മെഡിസിൻസ് ഉണ്ട്, ഇപ്പൊ ഡയബറ്റിക്സ് എടുക്കുന്ന ആളായിരിക്കും, ആ, അവരെടുക്കുന്ന ടൈമിംഗ് റോങ് ആയിരിക്കാം, ഉം, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കെഫീൻ ഇൻടേക്ക് കൂടുതൽ എടുക്കുന്ന ആൾക്കാർ, പക്ഷെ ഇന്നത്തെ കാലത്ത് ടെക്നോ പാർക്കിൽ അവർക്ക് എഞ്ചിനീയേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഫുൾ ടൈം ബ്ലാക്ക് കോഫി ഇങ്ങനെയൊക്കെ ഉം, എടുക്കുന്നതായിരിക്കാം. കെഫീൻ ഇസ് വൺ ഓഫ് ദ കോസ് ആണ്. ആൽക്കഹോൾ ഇസ് ദ കോസ് ഓഫ്, ഇസ് ഓൾസോ ഡയൂറിറ്റിക്. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്തൊക്കെ കോസസ് കിട്ടുന്നുണ്ടോ അത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ. ഓ, ആൻഡ് സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ഇസ് ഓൾസോ റിസ്ക് ഫാക്ടർ ആണ്. നമുക്ക് കൂടുതൽ ആദ്യം അങ്ങനെ പറയത്തുള്ളൂ. ഓക്കെ. ദെൻ വി വിൽ എവാലുവേറ്റ്. ആ, ഫസ്റ്റ് ഈ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊടുത്തിട്ട് ആഫ്റ്റർ 2 weeks or after a month again we will reassess ഉം, whether ഞാൻ പറഞ്ഞ ഈ ലോവർ ഇനട്രാക്ട് സിംറ്റംസിൽ എന്തെങ്കിലും ഡിഫറൻസ് വന്നിട്ടുണ്ടാകും നമുക്ക് നോക്കാം. അതിന് കുറെ സ്കോറിംഗ് സിസ്റ്റംസ് ഉണ്ട്, ഉം, IPSS നമ്മൾ പറയും. അപ്പൊ ആ സ്കോറിംഗ് സിസ്റ്റം വെച്ച് അതിൽ കുറയുന്നുണ്ടെങ്കിൽ പേഷ്യന്റ് യങ് ആണെങ്കിൽ നമ്മൾ മാക്സിമം മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യത്തേ ഇല്ല. ഓ, മാക്സിമം നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ കൊണ്ടുപോകും. ഒരു നിവൃത്തിയില്ല, അവർക്ക് പറ്റുന്നില്ല എന്ന് മാത്രമേ നമുക്ക് മെഡിക്കൽ മാനേജ്മെന്റിലോട്ട് പോകും. സ്റ്റെപ്പ് ഓക്കെ. ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകും. ഉം, അതില് ഒരു ലിമിറ്റ് ഉണ്ട്, എത്ര കാലം വരെ കൊടുക്കാൻ പറ്റും. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൈസ് ഓഫ് ദ ഗ്ലാൻഡ്. വി വിൽ സ്റ്റാർട്ട് ദ മെഡിസിൻസ് ആൻഡ് വി വിൽ കീപ് അണ്ടർ ഫോളോ എവറി 3 months to 6 months നമ്മൾ ഫോളോ അപ്പിൽ വെക്കുന്നത്. നമ്മൾ ഈ റോബോട്ട് എന്ന് കേൾക്കുന്നുണ്ട്. സോ വാട്ട് എക്സാക്ട്ലി ഇസ് ദിസ് റോബോട്ടിക് സർജറി ആൻഡ് ഹൗ ഇസ് ഇറ്റ് യൂസ്ഡ് ഇൻ യൂറോളജി? യൂറോളജി സർജറീസ് എല്ലാം പെൽവിക് സർജറീസ് ആണ്. അപ്പൊ പെൽവിക് സർജറീസിൽ ഇടുപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. പെൽവിക് ഏരിയ ഇസ് വൺ ഓഫ് ദ ഡിഫിക്കൽട്ട് ഏരിയ ഫോർ ദ ആക്സസ്. ഉം, പിന്നെ നമുക്ക് ലാപ്രോസ്കോപ്പി ചെയ്യും, ട്രഡീഷണലി യൂസ് ചെയ്യുന്ന ലാപ്രോസ്കോപ്പിക് സർജറി ആണെങ്കിലോ ഉം, ഇല്ല ഈവൻ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്പൺ സർജറീസ് ആണെങ്കിലും കൂടി ആ വിഷൻ ഇസ് വെരി ടഫ് ആൻഡ് ഡിഫിക്കൽട്ട് ഇൻ ദറ്റ് ഏരിയ. ഉം, നമ്മൾ ഡിസെക്ഷൻ ഒക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ പ്ലെയിനിലൊന്നും പോകാൻ പറ്റത്തില്ല. നമ്മൾ പറയാൻ നെർവ് സ്പാരിങ് ആണ്, ആ ഒരു സ്ട്രക്ചേഴ്സും കാണത്തൊന്നുമില്ല. ചുമ്മാ വെറുതെ നമ്മൾ ഓ, ജസ്റ്റ് ഇങ്ങനെ എടുത്ത് നോക്കി കട്ട് ചെയ്ത് നോക്കാനേ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ കാണുവാണെങ്കിൽ കൂടി ബിഗ് ഇൻസിഷൻസ് വേണ്ടി വരും. ഓക്കെ. So which is very problematic for the post-op time. But with the help of robotics, ഇതെല്ലാം നമുക്ക് കുറയ്ക്കാൻ പറ്റും. The precision is better. Even the surgeon, നമുക്ക് ടയർനെസ് സംഭവമേ വരത്തില്ല, ബിക്കോസ് യു സിറ്റ് കംഫർട്ടബിളി ആൻഡ് യു ഡു സോ. ഫുൾ കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് ആ ഏരിയയിൽ മാത്രം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് ചെയ്യാം.
ആൻഡ് നമ്മുടെ ഫൾക്രം പേഷ്യന്റിന്റെ ബോഡിയിലുള്ള പ്രഷർ എല്ലാം കുറയുന്നു. ഓക്കെ ആൻഡ് ബ്ലഡ് ലോസ് ഇസ് ഓൾസോ ലെസ്. ഓക്കെ സാർ ഇപ്പോൾ പറഞ്ഞു യൂറോളജി ഈ പെൽവിക് ഇടുപ്പല്ലിൻ്റെ ഉള്ളിൽ. എനിക്ക് ഈ യൂറോളജി എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ ചില ആൾക്കാർക്ക് അത് ഗ്രഹിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മൾ വളരെ കോമൺ ആയിട്ട് തലവേദന ന്യൂറോളജിസ്റ്റിന്റെ അടുത്ത് പോയി എന്ന് പറയുന്നതിൽ നിന്ന് അപ്പൊ യൂറോളജി ഏതൊക്കെ വിഭാഗങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഏതൊക്കെ അവയവങ്ങളെ സംബന്ധിക്കുന്ന ഒരു ശാഖയാണ്? യെസ്, പൊതുവെ എനിക്ക് കുറേ പേഷ്യൻസ് വരാറുണ്ട്. ലൈക്ക് ന്യൂറോളജിക്ക് വേണ്ടി വന്നിട്ട് കുറേ സമയം ഒ പിയിൽ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ അവസാനം പറയും നരമ്പ് വേദന, തലവേദന എന്ന് പറയാറുണ്ട്. പക്ഷേ അതിന് ടേം ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ജെനിറ്റോ യൂറിനറി സർജറി ആണ്. ജെനിറ്റോ യൂറിനറി സർജറി എന്ന് പറയുമ്പോൾ കിഡ്നി, യൂറിറ്റസ്, ബ്ലാഡർ, പ്രോസ്റ്റേറ്റ്, ടെസ്റ്റിക്കിൾസ്, പീനിസ്, അതിന്റെ യൂറിത്ര, ഇതെല്ലാം ആണ് വരുന്നത്. പ്ലസ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൂടി Okay. വരുന്നത് കൊണ്ടാണ് ജെനിറ്റോ യൂറിനറി സർജറി എന്ന് പറയണത്. പക്ഷെ പറയാൻ എളുപ്പത്തിന് വേണ്ടി അത് യൂറോളജിനായതേ ഉള്ളൂ. അങ്ങനെ ഓക്കെ, താങ്ക് യു. മാഡത്തിനോട് അടുത്ത ചോദിക്കട്ടെ. മാഡം ഒബ്സ്ട്രക്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജിസ്റ്റ് ആണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യത്തെ ചോദ്യം, റോബോട്ട് കുട്ടികളെ ഡെലിവറി എടുക്കുമോ? ഇപ്പൊ തൽക്കാലം ഇല്ല. ഇല്ല, ഭാഗ്യം, അപ്പൊ ജോലി കൺഫേംഡ്. അങ്ങനെ സോ വാട്ട് ഇസ് ഇറ്റ്, അപ്പൊ എന്താണ് റോബോട്ട് ഇസ് യൂസ് ഫോർ ഇൻ യുവർ വേ ഓഫ് പ്രാക്ടീസ്? ജസ്റ്റ് ലൈക്ക് ഹി സെഡ്, ഐ എം ഓൾസോ ഡീലിംഗ് വിത്ത് ദ പെൽവിസ് അല്ലേ. ആ. നമ്മുടെ മെയിൻ ഏരിയ പെൽവിസിന്റെ മെയിൻ പ്രോബ്ലം ആക്സസ് ആണ്. അത് ടു ആൻ എക്സ്റ്റെന്റ് ലാപ്രോസ്കോപ്പി വന്നപ്പം ഓപ്പൺ സർജറീസിനെ കാട്ടി വി വെർ ഏബിൾ ടു ടാക്കിൾ ദാറ്റ് ബെറ്റർ. പക്ഷേ ഈവൻ ഇൻ ലാപ്രോസ്കോപ്പിയിൽ ടു മെയിൻ ഡിസഡ്വാൻറ്റേജസ്. ഒന്ന് വിഷൻ, ദാറ്റ് ഇസ് എ പ്രോബ്ലം. രണ്ടാമത്തത് ഡെക്സ്റ്റിറിറ്റി, എസ്പെഷ്യലി ഒരു സർജൻ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ നിന്ന് ആ ഇൻസ്ട്രുമെന്റ് ഹാൻഡിൽ നമ്മുടെ കൈ ഇങ്ങനെ പോകത്തുള്ളൂ, ആ ഇൻസ്ട്രുമെന്റ് ഇത്രേ പോകത്തുള്ളൂ. സോ അതൊരു നമുക്കൊരു പല കാര്യങ്ങളിലും എസ്പെഷ്യലി സ്യൂച്ചറിങ് വരുമ്പോഴും ഒക്കെ ഡിഫിക്കൽട്ടാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിളിന് നമ്മളിപ്പോൾ ലാസ്റ്റ് നമ്മളൊരു റോബോട്ട് സർജറി ചെയ്തു. ഒരു അത്യാവശ്യം വലിയൊരു ഒരു 4-5 മാസം ഗർഭിണിയായിട്ടുള്ള ഒരു യൂട്രസിന്റെ അത്രയും വലിയൊരു യൂട്രസ് ഒരു സൈഡിലോട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു യൂട്രസ് ആയിരുന്നു. അത് ലാപ്രോസ്കോപ്പി വുഡ് ഹാവ് ബീൻ മോർ ഡിഫിക്കൽട്ട് ദാൻ റോബോട്ട്. ഓക്കെ, കാരണം ആ ഒരു സ്ഥലത്തോട്ടുള്ള ആക്സസ് നമുക്ക് ഭയങ്കര ഈസിയാണ് റോബോട്ടിലോട്ട് പോകുമ്പോൾ. ആൻഡ് ദ ക്യാമറ ഇസ് കമ്മിങ് വെരി ക്ലോസ്. അത് 3D വിഷൻ അതിനകത്ത് വരുന്നത്. ആൻഡ് നമ്മൾ റോബോട്ടിക് ആംസിനെയാണ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ കൈ ഇത്രേ പോകും, റോബോട്ട് ആംസ് ഗോസ് 360 ഡിഗ്രി. സോ നമുക്ക് സ്യൂച്ചറിങ് എളുപ്പമാണ്, ഡിസെക്ഷൻ എളുപ്പമാണ്. നമ്മൾ ഈ കാണുന്ന പോലെ അല്ല, ഓരോ പ്ലെയിന് നമ്മൾ ഈ തിയറി പഠിക്കും പോലെ ഈ ലെയർ എല്ലാ ഏരിയയും നന്നായിട്ട് കണ്ട് ഡിസെക്ഷൻ ഇസ് മച്ച് മോർ പ്രിസൈസ്. സോ നമുക്കതിന് നമ്മളുടെ സർജറി കാരണം സറൗണ്ടിങ് ഏരിയാസിൽ ഉണ്ടാകാനുള്ള ഡാമേജ് ഉണ്ടാകാനുള്ള ചാൻസസും വളരെ കുറവാണ്. സോ ഗൈനക്കോളജിയിൽ ഏതിനൊക്കെ നമുക്ക് മിനിമലി ഇൻവേസീവ്, ദാറ്റ് ഇസ് ലാപ്രോസ്കോപ്പിക് സർജറി യൂസ്ഫുൾ ആണോ, അതെല്ലാം നമുക്ക് റോബോട്ടിക് സർജറിയും ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഫൈൻ. അപ്പം എന്നിരുന്നാൽ പോലും മാഡത്തിന്റെ പ്രാക്ടീസിൽ ഏതൊക്കെ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പൊതുവെ യൂസ് ചെയ്യുന്നത്? അതാ നമ്മളിപ്പം എന്തിനു വേണ്ടിയാണോ, എന്ത് അസുഖത്തിന് വേണ്ടിയാണ് നമ്മളൊരു സർജറി ചെയ്യേണ്ടത് ഇൻ ഗൈനക്കോളജി. ഇപ്പൊ എല്ലാവരുടെയും ഒരു ജനറൽ മിസ്കൺസെപ്ഷൻ, ഒരു ഫൈബ്രോയിഡ്, ഒരു കുഞ്ഞു ഫൈബ്രോയിഡ് 1 സെന്റിമീറ്റർ ഫൈബ്രോയിഡ് ഏതെങ്കിലും ഒരു സ്കാനിൽ കണ്ട് ഓടി വരുന്ന ആൾക്കാരുണ്ട്. അതിനൊന്നും നമ്മളൊരു 100 സ്ത്രീകളെ എടുത്താൽ ഒരു 80 പേർക്ക് അല്ലെങ്കിൽ ഒരു 90 പേർക്ക് ഒരു ഫൈബ്രോയിഡ് എങ്കിലും കാണും. ആ ഫൈബ്രോയിഡ്സിനകത്ത് ഒരു 80% ഒരു സിംറ്റം പോലും ഉണ്ടാക്കുന്നവരായിരിക്കില്ല. സോ ഇറ്റ് ഡസന്റ് മാറ്റർ ഫൈബ്രോയിഡിന്റെ നമ്പർ ഓർ ഫൈബ്രോയിഡിന്റെ സൈസ്, നമുക്ക് ഉണ്ടാക്കുന്ന സിംറ്റംസ് ആണ്. സോ ഒരു സർജറി വേണ്ടി വരുന്ന പേഷ്യന്റ്, അതായത് നമ്മളൊരു മെഡിക്കൽ മാനേജ്മെന്റ് ഫെയിലായി അല്ലെങ്കിൽ മെഡിക്കൽ മാനേജ്മെന്റ് പോസിബിൾ അല്ല, ഫോർ എക്സാമ്പിൾ നമ്മൾ മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സ്, വളരെ വലിയ യൂട്രസ് ആണ്, അല്ലെങ്കിൽ സിവിയർ ബ്ലീഡിങ് ഉണ്ടാക്കുന്ന ഫൈബ്രോയിഡ്സ് ആണ്, ഇതെല്ലാം നമ്മളൊരു ഹിസ്റ്റെക്ടമിയിലോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ഓവേറിയൻ സിസ്റ്റ് ആണ്, നമ്മൾ അത് റിമൂവ്. നമ്മൾ എന്തൊക്കെ സർജറീസ് നമ്മൾ ഗൈനക്കോളജിയിൽ ചെയ്യുന്നോ അത് ലാപ്രോസ്കോപ്പി എന്തിനൊക്കെ പോസിബിൾ ആണോ അതെല്ലാം റോബോട്ടിക് സർജറിയും ഇൻ എ ബെറ്റർ വേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു ലേറ്റസ്റ്റ് എന്നുള്ളത് മാത്രമല്ല, അത് ഭയങ്കര ബെനിഫിഷ്യൽ ആണ് അക്കോർഡിംഗ് ബെനിഫിഷ്യൽ ബോത്ത് പേഷ്യന്റ് പെർസ്പെക്റ്റീവ് നിന്നും സർജൻ പെർസ്പെക്റ്റീവ് നിന്നും. ഒന്ന് നേരത്തെ നവീൻ പറഞ്ഞ ഓപ്പറേറ്റർ ഫെറ്റിഗ്, ലൈക്ക് ഒരു ഡിഫിക്കൽട്ട് കേസ് വരുമ്പോഴത്തേക്കും നമ്മള് പേഷ്യന്റ് സൈഡിൽ നിന്ന് ഇപ്പൊ ലാപ്രോസ്കോപ്പി ആൻഡ് സ്റ്റാൻഡിങ് ആയിരുന്നു, അതൊരു കോംപ്ലക്സ് കേസാണ്, ഒരു ഡിഫിക്കൽട്ട് കേസ് ആണെങ്കിൽ there are cases നമ്മൾ ഒരുപാട് സമയം, ഞാനെന്നല്ല ഏത് സർജൻ ആണെങ്കിലും ഇവൻ ഇൻ ഓപ്പൺ കേസസ് ഓൾസോ ഒരുപാട് സമയം നിന്ന് ചെയ്യുമ്പോൾ വി ആർ ടയർഡ്. ഒന്ന് എത്രയും സമയം നിന്ന് ചെയ്യുകയാണ്, ആ ഒരു ടയർഡ്നെസ് ഇസ് ഗോയിങ് ടു എഫക്ട് യുവർ മൈൻഡ്, ഇറ്റ്സ് ഗോയിങ് ടു എഫക്ട് യുവർ ഹാൻഡ്സ് അല്ലേ. ബട്ട് നമ്മൾ ഇത് യു ആർ സിറ്റിംഗ് സെപ്പറേറ്റ്ലി, യു ആർ റിലാക്സ്ഡ്, ഇറ്റ്സ് എ കൺസോൾ. നമുക്കൊരു എത്ര കോംപ്ലക്സ് കേസ് ആണെങ്കിലും ഒരു ടയർഡ്നെസ് വരത്തില്ല. സോ യുവർ മൈൻഡ് ഇസ് ഷാർപ്പ്, യുവർ ഹാൻഡ്സ് ആർ ഷാർപ്പ് ടിൽ ദി എൻഡ് ഓഫ് ദി സർജറി. ആൻഡ് ഓൾസോ ഇത് കാരണം പേഷ്യന്റിന് ഇപ്പം നമ്മളൊരു ലാപ്രോസ്കോപ്പി ചില കോംപ്ലക്സ് കേസസ് വി ടേക്ക് എ കൺസെന്റ് ടു കൺവേർട്ട് ടു ആൻ ഓപ്പൺ സർജറി. ഇത് ഡിഫിക്കൽട്ട് ആകാം, അപ്പൊ
നമുക്ക് ഒട്ടിപ്പിടുത്തം കൂടുതലാകാം. അവിടെ നമ്മൾ അകത്ത് ക്യാമറ ഇടുമ്പോഴേ നമുക്ക് അകത്തെ സിറ്റുവേഷൻ എക്സാക്ട്ലി അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓപ്പൺ ആക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് വരെ നമ്മൾ ചില കേസസ് അങ്ങനെ ഒരു കൺസെന്റ് എടുക്കാറുണ്ട്. അപ്പൊ ആ ഒരു കൺവേർഷൻ റേറ്റ് നോക്കുവാണെങ്കിൽ അങ്ങനത്തെ കോംപ്ലക്സ് കേസസിൽ ഇൻ റോബോട്ടിക് സർജറി ഇറ്റ് വിൽ ബി മച്ച് ലെസ്. ബിക്കോസ് നമുക്ക് അത് കാരണം കിട്ടുന്ന ആക്സസും ആ ഒരു ഡിസെക്ഷന്റെ പ്രിസിഷനും എല്ലാം മച്ച് മോർ ഗ്രേറ്റർ ആണ്. പറഞ്ഞതുപോലെ ഈ ഓപ്പറേറ്റർ ഫെറ്റിങ്ങിന് പറഞ്ഞ ഒരു വിഷയമുണ്ട്. അത് ലാപ്രോസ്കോപ്പിയിൽ, അത് മെയിൻലി പെൽവിക് സർജറീസ്, ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ പ്രോസ്റ്റേറ്റ് സർജറീസ് ഒരുപാട് സമയമെടുത്താണ് നമുക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ഇൻസ്ട്രുമെന്റ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഒരു ഫെറ്റിക് ആണ് ഫോർ ദ ഫിംഗേഴ്സ്. അത് നല്ല പെയിൻഫുൾ ആയിരിക്കും. കുറച്ച് സമയം ആകുമ്പോൾ കൈ കഴുകി. ഈവൻ അയാളുടെ സ്പൈനൽ പ്രോബ്ലം കുറച്ച് കാലത്തിന് മുന്നേ ആഫ്റ്റർ ഡൂയിങ് ലാപ്രോസ്കോപ്പിക് സർജറീസ് എനിക്ക് സ്പൈൻ ഇഷ്യൂസ് ആണ്. ബട്ട് ആഫ്റ്റർ കമ്മിങ് ടു റോബോട്ട് ഐ ഫീൽ ലിറ്റിൽ ബിറ്റ് കംഫർട്ടബിൾ. നമ്മൾ വിചാരിക്കുന്നത് കാരണം ഈ ഇൻസ്ട്രുമെന്റ് പിടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം റോബോട്ടിക് ആംസ് ആണ്. ദാറ്റ്സ് മീൻ ദാറ്റ് ദേ ഡു ദ സർജറി ഫുൾ ആൻഡ് ഫുൾ നമ്മുടെ കൺട്രോളിലായിരിക്കും. ബട്ട് നമ്മൾ സ്വസ്ഥമായിട്ട് ഇരുന്ന് ഒരു ജോയ്സ്റ്റിക് പോലത്തെ സംഭവത്തെ കയ്യിൽ വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. സപ്പോസ് നമ്മുടെ കൈ അതിൽ നിന്ന് മിസ്സായാലോ നമ്മൾ ഡിറ്റക്ട് ചെയ്തില്ലെങ്കിൽ ഹോൾ സിസ്റ്റം വിൽ ഫ്രീസ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ അത് ഓട്ടോമാറ്റിക് പോയി ഡാമേജ് ചെയ്യണോ ഇഞ്ചുറി ചെയ്യണോ ഒന്നും ചെയ്യത്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സംശയം കിട്ടും, നമ്മൾ കുറച്ചു നേരം ചെയ്തു, നമുക്ക് കൈ വേദന ആണെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി എന്നുള്ളത് നമുക്ക് നിർത്തി പോകാൻ പറ്റും? നിർത്തിയിട്ട് പോവാനല്ല, you can take a pause. Yeah, you can take a pause at any time. Just then you can resume it immediately also. അത് ഓട്ടോമാറ്റിക് you can dock and undock everything you can do. That is the advantage with robotic surgery. And if suppose I am doing a procedure, if I want my assistant to do in that place also, I can take rest and I can give them to do. And all the arms are under our control. ഇപ്പൊ ഇല്ലെങ്കിൽ നമുക്ക് ഒരു 2-3 അസിസ്റ്റന്റ് വേണ്ടി വരും, അവിടെ നിൽക്കണം. then that is will be congestion in that place also. ഒരു ലാപ്രോസ്കോപ്പിക് കേസിൽ ഒരു 4-5 പേര് ചേർന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ it will be a difficulty. But ഇവിടെ ആൻഡ് അനദർ ഇമ്പോർട്ടന്റ് തിങ് ഇസ് ലാപ്രോസ്കോപ്പിൽ നോക്കിയാൽ ക്യാമറ ഒരാൾ പിടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ ആ ക്യാമറ പോകണമെന്ന് എപ്പോഴും നമുക്ക് തോട്ട് പ്രോസസ്സിൽ ഉണ്ടാവും. ഓൺലി ഇഫ് യു ഹാവ് ദ അത്രയ്ക്കും ഒരു സിങ്ക് ആയ ഒരു അസിസ്റ്റന്റ് മാത്രമേ ചെയ്യാൻ പറ്റൂ. പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യമില്ല. ഇവിടെ ഈവൻ ദ ക്യാമറ ഇസ് ഇൻ അവർ കൺട്രോൾ. നമ്മൾക്ക് എങ്ങനെ ക്യാമറ വേണോ അതനുസരിച്ച് നമ്മൾ ക്യാമറ വെക്കുക, ആ ആംഗിളിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാം. ആൻഡ് ആസ് ഡോക്ടർ രോഹിണി സെഡ്, ഇതൊരു ഡെക്സ്റ്ററിറ്റി. ഇതിന്റെ നമ്മൾ ലാപ്രോസ്കോപ്പി ആംസ് എന്താണെങ്കിലും കൈ ഇങ്ങനെ തിരിച്ചാണ് ഒരു സ്ഥലത്ത് എത്താൻ പറ്റുന്നത്. പക്ഷെ ഇറ്റ് ഹാസ് എ 360 ഡിഗ്രി റൊട്ടേഷൻ. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. അപ്പൊ ഒരു സ്ഥലത്ത് സൂച്ചർ ചെയ്യണം, ഈ ആംഗിളിലാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആംഗിളിൽ വെച്ചിട്ട് തന്നെ നമുക്ക് സൂച്ചർ ചെയ്യാം. ബോത്ത് ദ ആംസ് വെച്ച് സൂച്ചർ ചെയ്യാം. നമ്മൾ പൂ കെട്ടുന്ന പോലെ സൂച്ചർ എടുക്കാം. നമ്മൾ വിരൽ വെച്ച് ചെയ്ത് എങ്ങനെ ഉണ്ടാവും അതുപോലല്ല ലാപ്രോസ്കോപ്പിൽ ചെയ്യുമ്പോൾ കുറച്ച് ടെക്നിക്സ് യൂസ് ചെയ്യണം. റോബോട്ടിക് സർജറി ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് ഓപ്പൺ പോലെ ഇരിക്കും സൂച്ചർ ചെയ്യാൻ. നമ്മൾ വിരൽ വെച്ച് ചെയ്യാം. വിതൗട്ട് എനി ഫെറ്റിക്സ് യു ക്യാൻ സിറ്റ് ആൻഡ് ഡു. വണ്ടർഫുൾ വണ്ടർഫുൾ. അല്ല, അത് നമ്മളിപ്പോൾ പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് ഡോക്ടേഴ്സിന് ഇത് ബെനിഫിഷ്യൽ ആണ്, നമുക്ക് ചെയ്യാൻ. ബട്ട് വൺ മോർ ക്വസ്റ്റ്യൻ, ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ, ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ആസ് എ പേഷ്യന്റ് ഇപ്പൊ ഞാൻ വരികയാണെങ്കിൽ എനിക്ക് എന്താ അതുകൊണ്ട് ഗുണം റോബോട്ടിക് ചെയ്യുവാണെങ്കിൽ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലഡ് ലോസ് കുറവാണ്, മോർ പ്രിസൈസ് ആയിട്ട് ചെയ്യാൻ പറ്റും. നിൽക്കുന്ന ആൾക്കാരൊന്നും അടുത്ത് നിൽക്കത്തില്ല. സോ ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ഇസ് വെരി ലെസ്. ആൻഡ് നമ്മൾ റോബോട്ടിക് ആംസിന്റെ മൂവ്മെന്റ് ആ ഒരു ഡിഗ്രി ഓഫ് റൊട്ടേഷനിലേ വെക്കുന്നുള്ളൂ. സോ അവിടെ മാക്സിമം പ്രഷർ ഒന്നും പേഷ്യന്റെ ബോഡിയിൽ വരത്തില്ല. പ്രഷർ പേഷ്യന്റെ ബോഡിയിൽ വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ആ മെഷീൻ പറഞ്ഞു കൊടുക്കും. സോ അതൊക്കെ ബിഗ് അഡ്വാൻറ്റേജസ് ആണ്. സോ നമ്പർ ഓഫ് ഹോസ്പിറ്റൽസ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കുറയുന്നു. Pain is the most important factor. Yeah, true. Post-op pain is almost 0 to minimal. Like ഇപ്പം ഒരു open അത് laparoscopic surgery also post-op pain is much less, but in robotics even if it's much more lesser, and patient is much more very comfortable. Like next day you can discharge the patient. ഒരു ഡൗൺ ടൈം എന്നൊരു പ്രശ്നം വരുന്നതേ ഇല്ല. everyone is concerned അല്ലേ. നമ്മളിപ്പോൾ ഒരു പേരും ഇപ്പൊ ലേഡീസിനെ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു ഹിസ്റ്ററക്ടമിയുടെ കാര്യം പറയുമ്പോൾ അവർക്ക് എത്ര നാൾ റെസ്റ്റ് വേണം, എനിക്ക് സഹായത്തിന് ഇനി ആളെ വേണോ, മോൾക്ക് അവിടെ പോകണം, ആരും നോക്കാനില്ല, വീട്ടിൽ ആരും ജോലി ചെയ്യും, അല്ലേ. അപ്പൊ നമ്മൾ മിനിമലി ഇൻവേസീവില് പോയത് തന്നെ ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനാണ്. അപ്പൊ നമ്മൾ പറയുന്നു മാക്സിമം ഒരു 5 days 10 days തന്നെ യു ആർ ബാക്ക് ടു നോർമൽ, യു ക്യാൻ ട്രാവൽ. റോബോട്ടിക് സർജറിയിൽ അത്ര പോലും ഒരു ഡൗൺ ടൈം വരുന്നില്ല. ലൈക്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് മിനിമൽ, ആൻഡ് ദാറ്റ് ഇസ് ദ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് റിക്കവറി ആൻഡ് ദ പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ പേഷ്യന്റ് പെർസ്പെക്ടീവ് നിന്ന് നോക്കുമ്പോഴത്തേക്ക്. ഞാനും നിങ്ങൾ ചോദിച്ചത് പോലെയാണ് ആദ്യം വിചാരിച്ചത്. സോ ഒരു ലാപ്രോസ്കോപ്പിയിൽ നിന്ന് റോബോട്ടിക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഇത് കുറച്ച് ഒരു റെസിസ്റ്റൻസ് എനിക്കും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ
അത് ചെയ്ത് കഴിഞ്ഞിട്ട് എന്റെ ഫാക്ടർ അല്ലാതെ, സർജൻ ഫാക്ടർ അല്ലാതെ പേഷ്യന്റ് ഫാക്ടർ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ സർപ്രൈസ്ഡ് ആയിരുന്നു. ഓ സോ ദെൻ നമുക്ക് റെട്രോസ്പെക്റ്റീവ്ലി ആലോചിച്ച് നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ പെയിൻ കുറവാണ്. സോ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം വളരെ ഫാസ്റ്റർ ആയിട്ട് തോന്നി. ആൻഡ് കൺവേർഷൻ റേറ്റ് ഇസ് വെരി ലെസ്. ഓക്കെ സോ ഈവൻ Oh. ലാബ് ടു ഓപ്പണിനെക്കാട്ടിലും റോബോട്ട് ടു ഓപ്പൺ കൺവേർഷൻ വിൽ ബി വെരി ലെസ്. ഓക്കെ ഫൈൻ. അല്ല അതാണ് നെക്സ്റ്റ്. കാരണം നമ്മൾ പണ്ടൊക്കെ പറയായിരുന്നു ഒരു സർജൻ എത്ര വലിയ ഇൻസിഷൻ ആണോ അത്ര നല്ല സർജൻ എന്ന് തുടങ്ങി ഏറ്റവും എത്ര ചെറിയ ഇൻസിഷൻ ആണോ അത്രയും നല്ല സർജൻ എന്നുള്ളതിലേക്ക്. നോട്ട് ഓൺലി ദാറ്റ്, ഈ പറഞ്ഞ പോലെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് എല്ലാ സ്ഥലത്തും തട്ടാനും ഒരു സ്ഥലത്ത് ഇൻഫെക്ഷൻ വരാനും നമ്മുടെ സ്ട്രക്ചേഴ്സിനൊക്കെ ഒന്ന് മൂവ് ചെയ്യാനും അങ്ങനെയൊക്കെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് കണ്ടിട്ടുണ്ട്. ലൈക്ക് സർജറി അല്ലെങ്കിൽ കൂടി അതൊക്കെ നമുക്ക് റോബോട്ടിൽ വരുമ്പോൾ ഏറ്റവും മിനിമലിലേക്ക് പോകും അല്ലേ? See, complications can occur in any surgery. See, openly ഉള്ള അതേ ഡിഫിക്കൽട്ടീസ് ലാപ്പ് ആൻഡ് റോബോട്ടിക്സിൽ ഉണ്ടാവാം. പക്ഷെ വാട്ട് വി ആർ മീൻ, ചില കേസസ് ഓപ്പൺലി ചെയ്യാൻ പറ്റത്തില്ല. അതെ. അത് ഒരിക്കലും ഇന്നെവിറ്റബിൾ ഞാൻ ആണ്. ഐ വാസ് അബൌട്ട് ടു ആസ്ക് എല്ലാ റോബോട്ട് ചെയ്യുമോ എന്നുള്ള. ദാറ്റ് ഈസ് ഇന്നെവിറ്റബിൾ. സി, നമുക്ക് ഫൈനലി വേണ്ടത് വി ഹാവ് ടു ഗിവ് ദ ബെറ്റർ ഔട്ട്കം ടു ദ പേഷ്യന്റ്. വിച്ച് ഇസ് ബെനിഫിഷ്യൽ ഫോർ ദ പേഷ്യന്റ് വി വിൽ ഡു. അവരുടെ കാർഡിയാക് സ്റ്റേറ്റസ് എങ്ങനെ, പേഷ്യന്റ് എത്ര സമയം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും സർജറി, ശരിക്കും ലാപ്രോസ്കോപ്പി ചെയ്യാൻ പറ്റുന്ന കേസാണോ, ഓർ ഓപ്പണിൽ ചെയ്യാൻ പറ്റും. ചില ഇൻഡിക്കേഷൻസ് ഉണ്ട് വേർ കനോട്ട് റോബോട്ടിക് ഓർ ലാബ് കനോട്ട് ബി ഡൺ. ഓപ്പൺ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പണേ ചെയ്യത്തുള്ളൂ. ദ പോയിന്റ് ഇസ് കൺവേർഷൻ റേറ്റ് ഫ്രം റോബോട്ട് ടു ഓപ്പൺ ഇസ് ലെസ്സർ. അതെ, റോബോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നി ഓപ്പൺ ആക്കേണ്ട സാധ്യത വളരെ കുറവാണ്. കമ്പയർ ടു ഇപ്പൊ മാഡം പറഞ്ഞ ലാപ്പ് ചെയ്യുമ്പോൾ ചില സമയത്ത് നമുക്ക് അതിന് കൺസേൺ എടുത്ത് ഓപ്പൺ ആക്കേണ്ടി വരും. അതിന്റെ ഒരു ആവശ്യം ഒരു കോംപ്ലക്സ് കേസ് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യും ഇല്ലേ? ചിലത് നമുക്ക് അറിയാം, നമ്മുടെ എക്സാമിനേഷൻ ഫൈൻഡിങ്സ് നിന്നും ഒരു ഇമേജിംഗ് ഫൈൻഡിങ്സ് നിന്നും വി നോ ദിസ് ഇസ് ഗോയിങ് ടു ബി എ ഡിഫിക്കൽട്ട് കേസ്. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ നേരത്തെ നമ്മൾ രണ്ടിന്റെയും കൺസെന്റ് എടുക്കും. വിൽ ഗോ ഇൻ മിനിമലി ഇൻവേസീവ്, വിൽ പുട്ട് ദ സ്കോപ്പ്, വിൽ സീ വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻസൈഡ്. കാരണം ചിലപ്പം ഇമേജസ് ക്യാൻ ബി ഡിസീവിങ്. നമ്മൾ അകത്ത് നോക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ആൻഡ് വിൽ മേക്ക് ദ കോൾ ഇഫ് ലൈക്ക്, കാരണം സി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ പേഷ്യന്റ് സേഫ്റ്റി അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പൊ പേഷ്യന്റിന് സേഫ് ആയിരുന്ന രീതിയിൽ നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു കൺവേർഷൻ റേറ്റ് റോബോട്ടിൽ ഇറ്റ് വിൽ ബി ലെസ്സർ. ബിക്കോസ് ദ ആക്സസ് നമുക്ക് ഇൻഅക്സസിബിൾ ആയിട്ടുള്ള ഏരിയസ് ഇപ്പൊ തുറന്ന് ചെയ്യുമ്പോഴല്ലേ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് എന്നിങ്ങനെ ചോദിക്കാറുണ്ട്. തുറന്ന് ഇപ്പം ഒരു പോസ്റ്റ് മെനോ എന്ന് വെച്ചാൽ ഒരു മെനോപോസ് ഒക്കെ കഴിഞ്ഞ ഒരു ലേഡി, ഒരു ടേക്ക് ഫോർ എക്സാമ്പിൾ, അവരുടെ യൂട്രസ് ഭയങ്കര ചെറുതായിരിക്കും. അപ്പൊ അവർക്ക് എന്തിനാ സർജറി ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ്ങോ ഒരു ഹൈപ്പർ പ്ലേസിയോ അങ്ങനെയൊക്കെ പറഞ്ഞ കണ്ടീഷനിൽ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അവർ യൂഷ്വലി ആ ഒരു ഏജ് ഗ്രൂപ്പിൽ മോസ്റ്റ് ഓഫ് ദ ലേഡീസ് കുറച്ച് ബൾക്കി ആയിരിക്കും, എസ്പെഷ്യലി ഇൻ ദ ആ ഒരു ഹിപ്പ് ആൻഡ് ആ ഒരു ഏരിയയിൽ. അപ്പൊ നല്ല വയറും ഒക്കെ ഉണ്ടാവുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഒരു ഓപ്പൺ സർജറിക്കല്ലേ കാണാമെന്ന് വെച്ചാൽ ആ ഓപ്പൺ സർജറിയിൽ നമ്മൾ ഇൻസിഷൻ ഇട്ട് താഴോട്ട് ചെല്ല് കഴിയുമ്പോൾ ഈ വലിയൊരു എന്ത് പറയുക ഒരു വെല്ലിനകത്തോട്ട് നമ്മൾ പോകുമ്പോൾ ഒരു കുഞ്ഞു യൂട്രസും അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. ഡിഫിക്കൽട്ട് എന്നല്ല, ദർ ആർ ഇറ്റ്സ് പോസിബിൾ, ബട്ട് നമ്മുടെ സൈഡിൽ നിന്ന് നോക്കി കഴിയുമ്പോഴും ഭയങ്കര ടയറിങ് ആയിരിക്കും. ബട്ട് ദാറ്റ് ക്യാൻ ബി വെരി ഈസിലി ഹാൻഡിൽഡ് ഇൻ എ മിനിമലി ഇൻവേസീവ് സർജറി. മനസ്സിലായോ? അപ്പൊ എല്ലാം തുറന്ന് കണ്ട് നോക്കണം എന്നില്ല. ഇഞ്ചുറീസ് അത് സം കേസസ് ഇറ്റ് ഇസ് ഇൻഎവിറ്റബിൾ. മൾട്ടിപ്പിൾ സർജറീസ് ഇൻ ദ പാസ്റ്റ് ചെയ്ത ആൾക്കാരാണ്. അപ്പം നമ്മൾ ചെയ്യുന്നിടത്ത് ഒരുപാട് അഡിഷൻസ് ഒറ്റപ്പെടുത്തം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചില കാലം അത് ആര് ചെയ്ത് കഴിഞ്ഞാലും. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ patient selection. കാരണം I believe what makes a surgeon good surgeon is to make the decision when not to cut. Like not all people should be cut open. Whom to do that and when to do that. When to stop. When to cut and where to cut. അതാണ് not just about robot ആണോ ലാപ്പ് ആണോ ഓപ്പൺ. And some cases only open is possible. അങ്ങനെയാണെങ്കിൽ ഉള്ളി അത് എല്ലാം പേഷ്യന്റ് സെലക്ഷൻ. അതൊരു വലിയ ഫാക്ടറാണ്. പേഷ്യന്റ് എങ്ങനെയാണ് പേഷ്യന്റ് നമ്മളെ അടുത്ത് വരുന്നത്, എന്തിനാണ് പേഷ്യന്റ് വരുന്നത്.